ഹലോ, വീണ്ടും ഒരു റെസിപ്പിയുമായി ദേ എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ റെസിപ്പി മൾട്ടിഗ്രെയിൻ ദോശയുടേതാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ഗ്ലാസ് പച്ചരി, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവർ ദാൾ, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കുരുമുളക്, 4 മീഡിയം സൈസ് പച്ചമുളക്. പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്ത സ്റ്റെപ്പ്, പച്ചമുളക് ഒഴിച്ച് ബാക്കി എല്ലാ സാമഗ്രികളും മിക്സ് ചെയ്ത് മിനിമം 5 മണിക്കൂർ കുതിരാനിടണം. ഇപ്പോൾ ഏകദേശം 5 മണിക്കൂറോളം ആയി കുതിരാനിട്ടിട്ട്. ഇതിനി നല്ലവണ്ണം കഴുകിയെടുത്ത ശേഷം അരച്ചെടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് ജാറിലേക്ക് ഈ മിശ്രിതത്തിൻ്റെ പകുതി ഭാഗം ഇടാം. പകുതി ഭാഗം എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും, പച്ചമുളക് ഉൾപ്പെടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ അരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏകദേശം പകുതി ഭാഗം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക് നെടുകെ കീറി ഇടാം. അതിനുശേഷം ബാക്കി വരുന്ന മിശ്രിതം കൂടി ചേർക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഫൈനലി ബാറ്റർ റെഡി ആയിട്ടുണ്ട് മൾട്ടിഗ്രെയിൻ ദോശയുടെ. നോക്കൂ, നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി ഇളക്കുക. അതിനുശേഷം മിനിമം 2 മുതൽ 3 മണിക്കൂർ വരെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ആ ഫ്ലേവറൊക്കെ ഒന്ന് മാവിൽ മിക്സ് ആവാനായിട്ട് മാറ്റിവെക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഒന്ന് ഇളക്കി നോക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. കൂടുതലായി പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. എത്രയും മാവ് ലൂസാണോ അത്രയും നേർത്ത ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദോശമാവ് കട്ടിയാണെങ്കിൽ അത്രയും നേർത്ത ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അവരവരുടെ മനോധർമ്മം പോലെ ചേർക്കാവുന്നത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടായി കഴിഞ്ഞു. ഞാനിവിടെ ഇരുമ്പ് ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. ഇതിലുണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടാം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത കുറവാണ് ദോശ. മാത്രമല്ല വേഗം വേകുകയും ചെയ്യും.
ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഇത് ഈസി ആയിട്ട് ഇളകി വരുന്നത് നോക്കൂ. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കൂ, ഇത്ര നേർത്ത ദോശയാണെന്ന് നോക്കൂ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം. ഏറ്റവും എണ്ണ പുരട്ടി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, വേവുകയുമില്ല. അങ്ങനെ മൾട്ടിഗ്രെയിൻ ദോശ റെഡിയായി കഴിഞ്ഞു. വളരെയധികം സോഫ്റ്റും വളരെയധികം നേർത്തതുമാണ് ഈ ദോശ. ചട്നിയുടെ കൂടെയോ അവിയലിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.